ഞായറാഴ്ചയായിട്ട് അടിപൊളി വൈബാണ്. എല്ലാവരും വെറുതെ ഇരിക്കുന്ന സമയം. മിക്കവാറും ആൾക്കാരെല്ലാം ഓർഡർ ചെയ്യുന്നു. ഇഷ്ടംപോലെ ഓർഡറുണ്ട്. എല്ലാവരും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്ന സമയമാണ്. അപ്പം ഇന്നത്തെ മെസ്സേജ് എന്ന് വെച്ചാൽ, നമ്മൾ ഈ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സൂടെ ശുദ്ധമാക്കണം. ഒത്തിരി ഇടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പ്രാർത്ഥനയും പള്ളിയും അമ്പലവും എല്ലാം പോവുകയാണെങ്കിലും തിരിച്ച് അവർ ബൈബിളിലോ അല്ലെങ്കിൽ ഭഗവത്ഗീത അല്ലെങ്കിൽ അവർ ഇതിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും അവർ ജീവിതത്തിൽ പ്രവർത്തിക്കത്തില്ല. ഈ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2 ഷർട്ടുള്ളവന് 1 ഷർട്ടില്ലാത്തവന് കൊടുക്കണം, അല്ലെങ്കിൽ 2 എണ്ണം ഒരെണ്ണം ഇല്ലാത്തവന് കൊടുക്കണം എന്നൊക്കെ പറയുമെങ്കിലും പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ സ്വന്തം ബന്ധുക്കൾ തമ്മിലോ അല്ലെങ്കിൽ ഇത് തമ്മിലോ കാശിന് വേണ്ടിയും സ്വത്തിന് വേണ്ടിയൊക്കെ അടി കൂടുന്നത്. എന്തിന്? നന്നായിട്ട് കുടുംബ പ്രാർത്ഥനയും എല്ലാം ഉള്ളയിടത്ത് തന്നെ ഈ പറയുന്ന പോലെ ചീത്തവിളിയും ബഹളവും വിഷമവും ഈ പറയുന്ന പോലെ വഴക്കും എല്ലാം നടക്കുന്ന ഒത്തിരി ഇടത്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബൈബിളിലും നമ്മൾ ഈ പള്ളിയിലും ഈ അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ തന്നെ ചെയ്യണം. ഈ പറയുന്ന പോലെ സ്വത്തിന് വേണ്ടിയും അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയും ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുകയും ബാക്കിയുള്ളവരെ പ്രാവുകയും വേറൊരുത്തൻ്റെ നേട്ടത്തിന് കണ്ടിട്ട് അതിൽ അസൂയപ്പെട്ടിട്ട് അവന് ദോഷം വരുന്ന രീതിയിൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ശത്രുദോഷം എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊക്കെ എനിക്ക് തോന്നുന്നു ശരിയായ രീതിയല്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയല്ല. നമ്മളെപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി ഇതാണ്. അല്ലാതെ ഈ എല്ലാ കാര്യത്തിനും കിടന്ന് ദേഷ്യപ്പെടുകയും എല്ലാ കാര്യത്തിനും ഈ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുകയും, നല്ലത് വന്നാൽ നമ്മുടെ കഴിവ്, ചീത്ത എന്തെങ്കിലും വന്നാൽ ഉടനെ ദൈവത്തിനെ കുറ്റപ്പെടുത്തുന്നു, ഇങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? മാത്രമല്ല നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് എടുക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങളെടുക്കുക, പോസിറ്റീവായിട്ട് പോവുക. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഗൂഗിൾ മാപ്പിനെ ഒരിക്കലും വിശ്വസിക്കില്ല. പറ്റുകയാണെങ്കിൽ അല്ലാതെ നമുക്കറിയാവുന്ന സ്ഥലം അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ആദ്യത്തിനും ചോദിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഗൂഗിൾ മാപ്പൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഉള്ള ചെറിയ വഴി കൂടെ എല്ലാം കയറ്റിയിട്ട് അപ്പുറത്തിറക്കും. നേരെ മെയിൻ റോഡിൽ വരേണ്ട പകരം ചിലപ്പോൾ വല്ല മതിലിൻ്റെ അവിടെയും കൊണ്ട് നിർത്തിത്തരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊട്ടടുത്താണെങ്കിലും നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൻ്റെ അവസാനത്തെ പോയിൻ്റ് നോക്കുക. അങ്ങനെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചിലതൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ നല്ല പണി തരുന്നുണ്ട്. രാവിലെ തന്നെ നല്ലൊരു പണി കിട്ടി, പക്ഷേ കുഴപ്പമില്ല, കുറച്ച് നല്ല സ്ഥലം കിട്ടി. ഇടയ്ക്കൂടെയൊക്കെ വഴി കൂടെയൊക്കെ കയറ്റി അപ്പുറത്തിറക്കി നേരെ മെയിൻ റോഡിൽ കൂടെ മര്യാദയ്ക്ക് വന്നാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, ഒരു രസം, ഒരു സുഖം, നല്ല കാഴ്ചകൾ കാണാം, നല്ല വൈബാണ്. ഇന്ന് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് അടിപൊളിയാണ് മൊത്തത്തിൽ കാണാനായിട്ട്. അടിച്ചു പൊളിക്കുക.